ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ വ്ളോഗാണിത്. ആൻഡ് ഇത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താണ് ബി? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്ന് എന്താ തീയതി? ഇന്ന് 8 നവംബർ ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ പോവാണ്. 22nd നമ്മുടെ ഫ്ലൈറ്റ്. 21st or 22nd എനിക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ സാറ്റർഡേ ആണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ സൺഡേ നാട്ടിലെത്തും. ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പോൾ വീടിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഹിക്കപ്സിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല ഞങ്ങൾ വരുന്ന കാര്യം, എക്സെപ്റ്റ് അബിയുടെ അച്ഛനും പിന്നെ എൻ്റെ ഒരു കസിനും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്നാ വരുന്നതെന്നൊക്കെ. ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഡിസംബർ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ലേറ്റർ ഞാനത് നൈസായിട്ട് മാറ്റിയിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ. അപ്പോൾ അബിയുടെ വീട്ടിലും നമ്മൾ ഡിസംബർ വരുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് 2 ആഴ്ചയും കൂടെ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് നമുക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓർത്ത് ഈ ആഴ്ച എന്തായാലും ഫുൾ ഷോപ്പിംഗ്, ഇന്ത്യൻ ഷോപ്പിങ്ങിന് വേണ്ടി വിടാമെന്ന്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. കാരണം എൻ്റെ ഫസ്റ്റ് ടൈമാണല്ലോ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനതിങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുത്ത് എൻ്റെ സമയം അനുസരിച്ച് നമുക്ക് അത്രയും അതിൽ ഇൻവോൾവ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചെറിയ മെമ്മറി ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ ഒരു പ്രോപ്പർ വ്ളോഗായിട്ട് ഞാൻ എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ വീഡിയോൻ്റെ അകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് പ്രിപ്പറേഷൻസും നമ്മൾ നാട്ടിലേക്ക് പോകാനായിട്ട് മേടിച്ച കുറച്ച് സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ ഒത്തിരി കടകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വീട്ടിലെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആണ്. കേർട്ടൺ അങ്ങനത്തെ ബേസിക് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോയി. സിറ്റി സെൻറ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ടല്ലോ, കുറേ കടകളുടെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം കയറിയത് ബൂട്ട്സിലാണ്. എനിക്ക് വലിയ കാര്യമായിട്ട് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്താ വാങ്ങേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടത്. ആൻഡ് ഓൾസോ നമുക്ക് 25 കിലോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ വേണം. അപ്പം നമുക്ക് ആൾക്കാർക്ക് വേണ്ടി സാധനം മേടിക്കുന്നതിൻ്റെ പരിമിതി ഭയങ്കര കുറവായിരുന്നു. ഞാൻ മെയിനായിട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ സ്റ്റിൽ എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന്. കാരണം ഞങ്ങൾ വീട്ടിൽ വരുന്ന കാര്യം അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഡയറക്റ്റായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കാനും പറ്റത്തില്ല. പക്ഷേ ഇൻഡയറക്റ്റ്ലി അറിഞ്ഞ് മനസ്സിലാക്കിയത് വെച്ചിട്ടൊക്കെ വാങ്ങുമായിരുന്നു. ബൂട്ട്സിലിങ്ങനെ ഈ ക്രിസ്മസ് ടൈമും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസൊക്കെ ഇങ്ങനെ അവൈലബിൾ ആയിരുന്നു. ഇങ്ങനെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് പോലൊക്കെ. പക്ഷേ ഇതൊക്കെ ഒത്തിരി വെയിറ്റ് കൺസ്യൂം ചെയ്യും, ഒത്തിരി സ്പേസ് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് അത് നമ്മൾ എടുത്തില്ല. പിന്നെ എനിക്ക് 2 ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഗിഫ്റ്റൊക്കെ നോക്കണമെന്ന് ബർത്ത്ഡേ വരുന്നതുകൊണ്ട്. പിന്നെ അതിനുശേഷം സൂപ്പർ ഡ്രഗിലേക്ക് പോയി. അപ്പോൾ അപ്പി അവിടെ കുറച്ച് ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും അവിടെ കയറി കുറേ സാധനങ്ങളൊക്കെ ഞാനും വാങ്ങിച്ചു. ഇതൊക്കെ കുറേ സോപ്പുകൾ എനിക്കറിയില്ല ഇവിടുത്തെ ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച കുറച്ച് ഐറ്റംസ്. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊക്കെ വിട്ടു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തപ്പോൾ പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. കാരണം നമുക്കും ആ പ്രോസസ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യണമല്ലോ. ഇങ്ങനെ ഇതൊരു ഭയങ്കര ഫീല് തന്നെയാണ്. നമ്മളിങ്ങനെ നാട്ടിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഡേയ്സൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? എല്ലാം മേടിച്ചോ? അയ്യോ ശരിയാണ്, മറന്നൊന്നുമില്ല. അത് വേറെ കടയിലല്ലേ നമ്മൾ പോകുന്നിടത്ത്. ഞങ്ങളിപ്പം ആൽവിസ് അല്ലേ ഇത് സെൻട്രൽ 6 റീറ്റെയിൽ പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ കടകളുണ്ട്. TK Maxx, പിന്നെ നമ്മുടെ എല്ലാ കടകളും ഉണ്ട്. പിന്നെ നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങും കൂടെ ചെയ്തിട്ട് ഇതുവഴി പോകാനാണ് പ്ലാൻ. എന്താണേലും ഭയങ്കര ഒരു ഡേ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ തൊട്ട് കുറേ കടകളിൽ കയറി. ബൂട്ട്സും സൂപ്പർ ഡ്രഗും ആയിരുന്നു മെയിനെന്ന് തോന്നുന്നല്ലേ. കുറേ കടകളിൽ കയറി. അവസാനത്തെപ്പോൾ അബീൻ്റെ ക്ഷമയൊക്കെ പോയി. പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പില്ലോ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്തെങ്കിലും ഡ്രസ്സ് പിള്ളേർക്ക് നോക്കണം എന്നൊക്കെ ഉണ്ട്, നോക്കാം. നമ്മളതിന് ശേഷം കുറേ കടകളിൽ പോയി കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, നല്ല ടയർഡുമായിരുന്നു. പിന്നെ പെട്ടിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടിങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പോകുന്നതിന് തലേ ദിവസം വരെ ഇങ്ങനെ സാധനങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അബിയുടെ അച്ഛന് വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. ഗൂച്ചി ഗിൽറ്റി ആ പെർഫ്യൂം. ഇത് എൻ്റെ അച്ഛന് വേണ്ടി മേടിച്ചതാണ്, ബോസിൻ്റെ. അപ്പോൾ ഇതൊക്കെ ബൂട്ട്സിൽ നിന്ന് പിന്നെ ഓർഡർ ചെയ്ത് വന്നേ. വെൽക്കം ടു നമ്മുടെ തലേ ദിവസം ഓഫ് നാട്ടിൽ പോകൽ.
എത്ര എക്സൈറ്റഡ് ആണ്. നമ്മൾ റെഡ് ആണ്. ഞങ്ങൾ പ്ലാൻഡ് അല്ല. അഭി ഇവിടെ വേസ്റ്റ് സോർട്ട് ചെയ്യാൻ വേണ്ടി വെളി ഇറങ്ങാൻ പോവായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മാച്ചിങ് ആയതാണ്. എന്താ തോന്നുന്നേ നാട്ടിൽ? ഞാൻ നാട്ടിലെത്തി. അപ്പോൾ നിങ്ങൾ ഷോപ്പിങ്ങിന്റെ കുറച്ച് ബിറ്റ്സ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ വീഡിയോ പറ്റിയുള്ളൂ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വന്നെന്ന് വിചാരിക്കുന്നു. ഇതേ പൂർണിമയുടെ ഒക്കെ ബർത്ത്ഡേ സർപ്രൈസ് ചെയ്ത ബലൂണാണ്. അപ്പോ അത് നീ മനഃപൂർവ്വം ചെയ്തല്ലേ? അപ്പൊ ഗൈസ്, ഇന്നാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന്റെ തലേ ദിവസമാണ്. അതായത് നാളെയാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. അബി വെളിയില് ബാക്ക് യാർഡില് നമ്മൾ വേസ്റ്റ് ഒക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ്. നല്ല തണുപ്പാണ് വെളിയില്. എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നാളെയാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഈ ലാസ്റ്റ് മിനിറ്റുള്ള ഓട്ടോ ഒക്കെ ഇല്ലേ, അപ്പൊ ഞാൻ ഓർത്ത് അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യാം. കാരണം ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ എപ്പോഴാണ് നാട്ടിൽ പോകുന്നതൊന്നും നമുക്ക് അറിയില്ലല്ലോ. പോകും ഡെഫിനറ്റ്ലി, പക്ഷെ അന്നപ്പം നമ്മൾ വ്ളോഗ് എടുക്കുമെന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഓർത്ത് ഫസ്റ്റ് ടൈം പോകുന്നത് എന്തായാലും റെക്കോർഡ് ചെയ്യാം എന്ന്. ഞാൻ നിങ്ങളെ വീടൊന്നും കാണിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ വീട് കാണിക്കാൻ വലിയ ഉദ്ദേശമില്ല. എൻ്റെ വീഡിയോയിലായിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഒരു ഹോം ടൂർ ആയിട്ടൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പ്ലാൻ ഇല്ല. അപ്പോൾ അതാണ് ഞാൻ വീടിൻ്റെ വ്ളോഗ് അങ്ങനെ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ മിക്കവാറും ഹോളൊക്കെ ആയിരിക്കും കാണുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണല്ലോ. അപ്പം അബിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ തോന്നി വീഡിയോ എനിക്ക് പ്രിഫേർഡ് അല്ല. ഞാൻ പഴയ ഫ്ലൈറ്റിലും ഞാൻ എടുത്തിട്ടില്ല. അപ്പം അതേ പാർട്ട് നമ്മൾ നാളെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ നിമിഷം വരെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു എൻ്റെ ടുഡൂല് 100,000 കാര്യങ്ങളുണ്ട്. പിന്നെ അവസാനം ഞാൻ ഓർത്തു എന്തിനാ ഞാൻ ഇത്രയും സ്ട്രെസ്ഡ് ഒന്നും ആവേണ്ട, എൻജോയ് ചെയ്യാനാണ് പോകുന്നത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലാത്തതൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ വീട് അത്യാവശ്യം നല്ല രീതിയിൽ കുത്തി മറിഞ്ഞ് മെസ്സായിട്ട് കിടക്കുവാണ്. ഞങ്ങൾ ഭയങ്കര വൃത്തിയിൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്കിപ്പോൾ ഫുള്ള് മെസ്സായിട്ട് കിടക്കുവാണ്. അബി ബാക്ക് യാർഡിൽ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേസ്റ്റ് എല്ലാം മാനേജ് ചെയ്യണം. കുറച്ച് വേസ്റ്റ് സോർട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട് പോകുന്നതിന് മുമ്പായിട്ട്. എന്തോ ഇവിടെ ഇപ്പൊ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇറങ്ങണോ അബി? ഭയങ്കര തണുപ്പാ. നിങ്ങൾക്ക് കാണിച്ചു തരും. ഇവിടെ ഫുൾ നമ്മുടെ അക്വേറിയം കുറെ ആളായിട്ട് വെളിയിരിക്കുക. കാണുമെന്നറിയത്തില്ല, പക്ഷെ അത് ഐസ് കട്ടയാ. എൻ്റെ അമ്മേ, ഇത് കണ്ടോ? എന്തൊരു എക്സൈറ്റ്മെന്റ് ആണെന്നറിയോ. ഞങ്ങള് നാട്ടില് പോവാനായിട്ട് നേരത്തെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ വീടിന്റെ സമയത്ത് തന്നെ ഞാൻ അബിനോട് പറഞ്ഞു വീട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടൈറ്റ് ആവും. അപ്പം നമ്മൾ എന്തായാലും വിചാരിക്കും നാട്ടിൽ പോകുന്ന സ്കിപ്പ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ഒരിക്കലും വരരുതെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാം ബുക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്താന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. ആ പടക്കത്തിൻ്റെ ഒരു ലോങ് വെക്കേഷന് വേണ്ടിയിട്ട് ഓൾ റെഡി. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ത്രൂ ഔട്ട് എല്ലാവരും ലീവൊക്കെ എടുക്കുമ്പോഴും ഞാനിങ്ങനെ ഇവിടുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഇയർ ആണല്ലോ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ലീവ്സൊക്കെ സേവ് ചെയ്യണം. ആൻഡ് ഓൾസോ നമ്മുടെ ഹൗസിന് വേണ്ടിയിട്ട് വരുമ്പോൾ എനിക്കറിയാവുന്ന ലീവൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ എനിക്കധികം എടുക്കേണ്ടി വന്നില്ല വീടിൻ്റെ കാര്യത്തിന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലീവ്സൊക്കെ സേവ് ചെയ്ത് ഇവരൊക്കെ സമ്മറിൽ എല്ലാവരും ട്രിപ്പും ലീവും ഒക്കെ പോകുമ്പോൾ ഐ വാസ് ഫീലിംഗ് സോ സാഡ്. എനിക്കിങ്ങനെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അബിനോട് പറയും എനിക്ക് ഭയങ്കരമായിട്ടൊരു ബ്രേക്ക് നീഡഡ് പോലെ എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ വർക്ക് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ ഇയർ. ആൻഡ് നമുക്ക് ഡിസംബറിലാണ് ഞങ്ങൾക്ക് പ്രൊഡക്ഷനിലൊന്നും പോകാതെ നമുക്ക് കുറച്ചൊരു എന്താ പറയുക പിന്നെ ഭയങ്കര സ്ട്രെസ് അല്ലാതെ ഒരു സമയം വരിക എന്ന് പറഞ്ഞാൽ വെച്ചാൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഡിസംബറിൽ ഇവിടെ കുറച്ചുകൂടെ ക്വയറ്റാണ്. പക്ഷെ ആ നല്ല സമയത്തിൽ എല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്തിലാണ് ഞാൻ ട്രിപ്പ് പോകുന്നത്. ട്രിപ്പല്ല, ഐ മീൻ ലൈക്ക് വെക്കേഷൻ പോകുന്നത്. അപ്പം ഇനിഷ്യലി എനിക്ക് ഭയങ്കര ഒരു ബാഡ് ഐഡിയ ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഞാൻ അബിനോടും പറഞ്ഞു നമ്മളിനി ഡിസംബർ ടൈം പിടിക്കേണ്ട. കാരണം ഇവിടെ എനിക്കിഷ്ടമാണ് ഡിസംബർ ടൈമിൽ നിൽക്കാൻ. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ലാപ്പ് അടച്ചപ്പോൾ ഞാൻ വിചാരിച്ചതില്ല. എനിക്ക് ഭയങ്കര വിഷമം പോലൊക്കെ വരുന്നു. ഞങ്ങളുടെ ടീമിലെ ഒരാളിങ്ങനെ എന്നോടിങ്ങനെ മെസ്സേജ് അയക്കുകയാണ് ഡോണ്ട് മിസ് വർക്ക് ടു മച്ച് എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ അത് കാണുന്നവരെ എനിക്ക് ഓക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര നൈസായിട്ട് കുറച്ചിങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ
ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ പുള്ളിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് തിരിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഓഫീസിലേക്കൊക്കെ പോകുന്നതും അങ്ങനെയൊക്കെ. ആകെ 23 കിലോ ഉണ്ട്. ഇവിടുന്ന് എന്തൊക്കെ സാധനങ്ങൾ ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റും 23 കിലോയിൽ? നമ്മുടെ ഡ്രസ്സ് പോലും കയറത്തില്ല. ആൻഡ് ഓൾസോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും സെയിം അവസ്ഥയാണ്. നാട്ടിൽ നിന്ന് എനിക്കറിയത്തില്ല, ഞാൻ കുറേ സാധനങ്ങൾ എൻ്റെ ലിസ്റ്റിലുണ്ട് മേടിച്ചിട്ട് വരാനായിട്ടൊക്കെ. അപ്പം സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കുറച്ച് നല്ല കോൺവെർസേഷനൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ടീമിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ലൈക്ക് എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ അബിനോട് പറഞ്ഞാൽ അപ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷെ ഇതൊരു ലോങ് ബ്രേക്കാണ്. ഞാനാണ് ഞങ്ങളുടെ ടീമിൽ ഇത്രയും ലോങ് ഒരു ബ്രേക്കിന് പോകുന്നത് ആദ്യത്തെ ആൾ ഞാനാണ്. ഒരു മാക്സിമം ഒരു 3 വീക്സ് 2 വീക്സ് ഒക്കെയാണ്. അപ്പം ഞാൻ ഇത്തവണ നല്ലൊരു ടൈമിലേക്കാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സമയമുണ്ട് നമ്മുടെ കയ്യിൽ ആൻഡ് ഒത്തിരി പ്ലാൻസും ഉണ്ട്. സമയമുള്ളതുപോലെ തന്നെ അത്രയും പ്ലാൻസുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് ഇത്രയും ദിവസം എന്താണ് അഖില ഹോളിഡേക്ക് പോവാണ്. ഞാൻ നാട്ടിൽ പോയി ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ ഞാൻ ഇതെല്ലാം മറക്കും കേട്ടോ. ആണെങ്കിൽ ഇതൊക്കെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മാറും കേട്ടോ. 10 മിനിറ്റിൽ ഞാൻ ഫുൾ ബാക്ക് ടു ട്രാക്ക് ആവുന്നതായിരിക്കും. ഈ വീടെല്ലാം ഒതുക്കണം, വൃത്തിയാക്കണം, പാക്കിങ് റാപ്പ് ചെയ്യണം, വെയിറ്റ് നോക്കണം. മൈഗോഡ് ഒത്തിരി ടാസ്കുകളുണ്ട്. അപ്പം നിങ്ങളെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കാം, കുറേശ്ശെയായിട്ട് ഇങ്ങനെ കാണിക്കാം. ഞാനിങ്ങനെ കുറച്ച് കൺസേൺ ആണ്, വീടിങ്ങനെ അധികം കാണാത്ത രീതിയിൽ ഞാൻ നോക്കുക. നമുക്ക് കേട്ടൻ്റെ സാധനങ്ങളൊക്കെ അബിൻ്റെ വാഹനമായിരുന്നു, എല്ലാം തുടച്ച് സെറ്റപ്പ് ആക്കി. പോവാൻ റെഡിയല്ലേ? ബിന്നെല്ലാം സോർട്ട് ചെയ്യുമായിരുന്നു അബി. ഇവിടെ മൊത്തവും നമുക്ക് കുറേ സാധനങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം ഏകദേശം ഒതുക്കി. ഭയങ്കര തണുപ്പാണ് ഗൈസ്. അത്യാവശ്യമുള്ള ഒരു പരിപാടിയാണ് ഇത് പിടിപ്പിക്കാം. ടെമ്പേർഡ് ഗ്ലാസ് പ്രൊട്ടക്ടർ. എൻ്റെ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. സെൽഫി ക്യാമറയ്ക്ക് ഒരു ചെടികളൊക്കെ എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ നമുക്ക് ചെടികളുണ്ട്. ബോൺസായാണ്, നല്ല സൂപ്പർ കുട്ടനാണ്. ഇവനെ അർജുൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും ഗൈസ്. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ TV സ്റ്റാൻഡ്. എൻ്റെ സെലക്ഷനാണ്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് തന്ന ഒരു TV സ്റ്റാൻഡാണ്. ഇനി നമുക്ക് ഫുൾ മേക്ക് ഓവറൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് വേണം ചെയ്യാൻ. അതെ, ഇവിടെ ഒരു കുട്ടപ്പനുണ്ടല്ലോ ഗൈസ്. ഇത് കണ്ടോ, ഇത് ടോബിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് ടോബിൻ്റെ ഫേവറേറ്റ് ടോയ് ആണ്. ഇതൊരു പാമ്പാണ്. ഇത് നാട്ടിൽ ഇതിൻ്റെ വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഇത് അവൻ്റെ ഫേവറേറ്റ് ആണ്. അബി കുറേ സാധനങ്ങൾ ടോബിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ച് പരീക്ഷിച്ച് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത്. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ നമുക്കിങ്ങനെ ട്രീറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൊണ്ട് ലിക്ക് ചെയ്ത് അവിടെ ഇരിക്കും കുറേ നേരം. പുള്ളി കളിച്ചോളും. ഇത് B&Mൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മേടിച്ച് നോക്കുക. B&Mൽ എനിക്കൊന്ന് എത്ര 4 പൗണ്ട്സേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് നല്ലൊരു അസറ്റാണ്. കുറേ ടൈം നമുക്ക് അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ടോബിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ച്. ഇത് ഈ ഒരു സാധനം വെച്ചാൽ ഡോഗ് ഫ്ലീ റിപ്പല്ലൻ്റ് ആണ്. ഇതൊരു സ്പ്രേ ആണ്. നമ്മൾ ദേഹത്ത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലീ റിപ്പല്ലൻസ് എന്നാണ് പറയുന്നത്. നോക്കാം. ഇതെല്ലാം ഓരോ പരീക്ഷണങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് സാധനം കുറച്ച് ബിയോർഡാണ്. ഞാൻ കുറച്ച് പേടിച്ചു പോയി, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. റാബിറ്റിൻ്റെ ചെവിയാണ് ഇത്. ടോബിക്ക് കഴിക്കാൻ വേണ്ടി അത് മേടിച്ചു. ഇങ്ങനെ കുറേ ബിയോർഡ് സ്റ്റഫ്, പിഗിൻ്റെ ടങ്, അങ്ങനത്തെ എന്തിൻ്റെയൊക്കെയോ നാക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവൻ എപ്പോഴും മേടിച്ചിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി കണ്ടിട്ട് അവൻ എടുത്തതാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കത് കണ്ടിട്ട് എനിക്ക് ശ്വാസം പറ്റുന്നു ഗൈസ്. പക്ഷെ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അല്ലേ. അബീൻ്റെ 23 kgs എനിക്ക് തോന്നുന്നൊരു 15 kgs ടോബിക്കുള്ള സ്റ്റഫാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ടോബിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
എക്സൈറ്റ്മെന്റ് ആണ്. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യം സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ കുറച്ച് കാരണങ്ങൾ പക്ഷെ എനിക്ക് ലാസ്റ്റ് വീട്ടിൽ പറയേണ്ടി വന്നു. അബിന്റെ വീട്ടിൽ നല്ല സർപ്രൈസ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് റിയാക്ഷൻസും കൂടെ ഒക്കെ കാണാം. ടോബിയെ കാണാനായിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ കൊതിച്ചിരിക്കുവാണ്. ഇങ്ങനെ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് വർക്ക് എന്ന് ഇറങ്ങിയ സങ്കടം, അതെല്ലാം മാറി കേട്ടോ, എല്ലാം മാറി. അപ്പോൾ നല്ല ഇപ്പം ശരിക്കും ഹോളിഡേ മൂഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് ഈ ഒതുക്കി പറക്കാൻ പണികളൊക്കെ ഒന്ന് തീർക്കണം, എന്നാൽ മാത്രമേ ഫുള്ളി നമുക്ക് അതിലേക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ജഡ്ജ് ചെയ്ത്, കാരണം ഞാൻ കൈ കിട്ടിയതെടുത്ത് ഇട്ടതാണ്. കാരണം എല്ലാ സാധനങ്ങളും നനച്ച് വെച്ചിരിക്കും. അപ്പം ഞാൻ ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പേരൻസിനും അനുവിനും വേണ്ടി വാങ്ങിച്ച ഒരു സംഭവമാണ് പ്രോട്ടീൻ മീൽ റീപ്ലേസ്മെൻറ്റ്. ഞാൻ എൻ്റെ പേരൻസിന് അച്ഛനും വേണ്ടിയിട്ട് വാങ്ങിച്ച്. ആൻഡ് ഓൾസോ ഇതുപോലത്തെ തന്നെ സെയിം സെറ്റ്, ഇത് 1.5 കിലോ വരുന്നതാണ്. ഞാനൊരു സോൾട്ടഡ് കാരമലും വാനിലയാണ് എടുത്ത്. പിന്നെ നമ്മൾ അനുവിന് വേണ്ടിയിട്ട് അബീൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഹോസ്റ്റലിലാവുമ്പോൾ നമുക്കിങ്ങനെ പ്രോട്ടീനും, ഇത് ജസ്റ്റ് പ്രോട്ടീൻ പൗഡർ അല്ല, പക്ഷേ ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് ശരീരത്തിന് വേണ്ട മിക്ക സാധനങ്ങളും കിട്ടും. ആൻഡ് ഓൾസോ നമുക്ക് മീൽ സ്കിപ്പ് ചെയ്യാം, അധികം കാലറീസും ഒന്നും വരുന്നില്ല. ആൻഡ് ഈ ഒരു സംഭവം മൈ പ്രോട്ടീൻ്റെ ആണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഒരു വലിയൊരു ജോലിയിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. അതായത് എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടാക്കണം. നമുക്ക് ഒത്തിരി വ്ളോഗ്സ് വരുന്നുണ്ട് ഹൗസ് വാമിങ് റിലേറ്റഡ്. അപ്പോൾ അതിനെല്ലാം ഞാൻ ഹാർഡ് ഡിസ്കിലേക്ക്, നമ്മുടെ ഒരു 5 TB ഹാർഡ് ഡിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് എല്ലാ സാധനങ്ങളും ഇപ്പോൾ മാറ്റണം, അത് പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് മാറ്റണം. അപ്പോൾ അതാണ് ഇനി എൻ്റെ ഒരു വലിയ ടാസ്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തല കുറച്ച് റിലാക്സ്ഡ് ആവും തോന്നുന്നു. പെട്ടി സ്റ്റിൽ ഇനിയും പാക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, കുറച്ച് പെട്ടി സ്റ്റിൽ ഇനിയും പാക്ക് ചെയ്യാനുണ്ട്. ഒരു 60% പാക്ക് ചെയ്തു. ഇപ്പോൾ സമയം ഇവിടെ 6 മണിയായിട്ടുണ്ട്. നമ്മൾ നാളെ രാവിലെ ഇറങ്ങും, അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം തീർത്തിട്ട് വേണം കിടക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ തുടങ്ങട്ടെ, അധികം ഡിലേ ഇല്ലാണ്ട് തന്നെ തുടങ്ങാം. പോയി ഓക്കെ. ഒരു മണം അതിനകത്ത് ഇവിടെ ലീക്കായ. അയ്യോ അതായിരിക്കും. ഇതിനൊക്കെ വെയിറ്റ് ആടി, എത്ര വെയിറ്റ് ആയിരുന്നു. നല്ലായിരിക്കും തുടക്കത്തിൽ. പെട്ടെന്ന് ഞങ്ങൾക്ക് മേളിൽ വയ്ക്കാം. ഓക്കെ, ഇവിടെ വയ്ക്കാം അല്ലേ? ആണോ? ഇതും കൊണ്ട് ഇരിക്കൂ. ചോക്ലേറ്റിന്റെ ഇതെല്ലാം ഇപ്പുറത്തോട്ട് വെക്കാം. അല്ലയോ ഐ തിങ്ക് മേടിൽ പോയെന്ന് നീ നോക്കിയ, ഞാൻ അയക്കുന്ന ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് എയർ ഡ്രോപ്പ് ചെയ്ത് ഹാർഡ് ഡിസ്കിലോട്ട് മാറ്റാൻ, പക്ഷെ എയർ ഡ്രോപ്പ് ചെയ്തൊന്നും അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. മാക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ക്യൂട്ട് ബേബി ആണോ? എന്റെ ക്യൂട്ട് ബേബി. ഇവിടെ സ്പൈഡർ മാനാണ്, പിന്നെ ഇവിടെയാണ് ഗണ്ട് പോകുന്നത്, പിന്നെ സ്പൈഡർ മാൻ എങ്ങോട്ട് പോയി. ഇവിടെ ഗണ്ട് അവിടെ ഇതൊക്കെ മൂവിയിലുള്ളതാണോ? അല്ല, അഖില നാളെ പോവാന്നറിയാവോ? സാഡ് ആണോ? ആർ യു സാഡ്? സാഡ് ആണോ? ആയോ 1 month കഴിഞ്ഞിട്ട് അഖില വരത്തുള്ളൂ. വിൽ യു മിസ് മീ? മിസ് ചെയ്യൂ? എത്ര മിസ് ചെയ്യും? ഒത്തിരി മിസ് ചെയ്യുവോ? അബീനെ മിസ് ചെയ്യോ? ഡു യു മിസ് അബി? വിൽ യു മിസ് അബി? പക്ഷെ നമ്മൾ പെട്ടെന്ന് വരുമല്ലോ. വിൽ മിസ് യു ടു കേട്ടോ. ക്രിസ്മസ് ടൈമിൽ വിൽ മിസ് യു. ക്രിസ്മസ് ടൈമിൽ വിൽ ബി ബാക്ക്. നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അതിനെന്താ കൊണ്ടുവരണ്ടേ? ഒന്നും വേണ്ടേ? ഒന്നും വേണ്ടേ?
എന്തെങ്കിലും കൊണ്ടുവരാം കേട്ടോ. I think ഇല്ല അത് അഖിലേക്ക് മെമ്മറിക്ക് അവനെ മിസ് യു എനിക്ക് കാണാനായിട്ടാ. What was that sound? ഈ കുഞ്ഞു വയറ് ചോച്ചോ അത് അഖിലേന്റെ വയറ്റ്. Are you baby? Are you baby? Are you baby? ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളുടെ ഡോഗിനെ കാണിച്ചു തരട്ടെ. Do you wanna see? Do you wanna see our Toby boy? Toby boy നെ കാണാമേ. What does that mean? Back. അഭിന് വേണ്ടോ? അഭിന് വേണ്ട. Yeah. I will miss him. I miss you. Are you baby? I'll try to bring something. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞാൻ ആ ഡ്രസ്സൊക്കെ ഇട്ടു. ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയിട്ടില്ല പ്രോപ്പറായിട്ട്. ഞാനെന്തായാലും താഴേക്ക് വന്നു. അതേ സ്റ്റിൽ ബാത്റൂമിലാണ്. നമ്മളിപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒന്നും ഇല്ല, ഒരു 15 മിനിറ്റ്സ് 10 മിനിറ്റ്സിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങും. ഐ ആം സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ്. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. ഇനി ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഉള്ള ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. ഉടനെ തന്നെ എത്തും. പിന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട്, പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം അതെല്ലാം മറന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം ആ ക്ഷീണത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ. ഒട്ടും സമയമില്ല. ജസ്റ്റ് ഞാൻ അങ്ങനെ കാര്യമായിട്ട് റെഡി ആവുന്നൊന്നുമില്ല, കാരണം എന്തായാലും നല്ല ടയർഡാവും. നമുക്കൊരു ലോങ് ജേർണിയാണ്. രാവിലെ നമുക്ക് ലണ്ടനിലേക്ക് പോകണം. അപ്പോൾ ഇനി കാണാം.